ഇന്നലെ നീറ്റ് പരീക്ഷ സമയത്ത് വിദ്യാർത്ഥികളുടെ വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയ സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നീറ്റ് പരീക്ഷ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിച്ചു പരിശോധിച്ച സംഭവം അത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് നിലവിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് മനുഷ്യാവകാശ ലംഘനം നടത്തിയ CBSEക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കത്തയച്ചിട്ടുണ്ട്. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട്. ഇതിൽ CBSE റീജിയണൽ ഡയറക്ടറോട് 3 ആഴ്ചക്കകം വിശദീകരണം സമർപ്പിക്കാനാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂരിൽ വിദ്യാർത്ഥിയുടെ അടിവസ്ത്രം അഴിച്ചു പരിശോധിച്ച സംഭവം അന്വേഷിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി 3 ആഴ്ചക്കകം വിശദീകരണം നൽകണമെന്നും നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോമി, ഷീജ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളാണ് ഈ വാർത്ത ആദ്യമായി മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തതിൽ വാർത്ത നൽകിയത്. അത്തരത്തിൽ തന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിരീക്ഷണമൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ? തീർച്ചയായും വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നിട്ടുള്ളതെന്നും നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ നേരിട്ട് ഇതിൽ അടിയന്തരമായി ഇടപെടണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിനികളുടെ വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയ സംഭവത്തിൽ ഇതിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.